ആഗോള ലോജിസ്റ്റിക് രംഗത്ത് ചരിത്ര നേട്ടവുമായി ഒമാൻ പ്രവാസി അസോസിയേഷൻ ഈദ് നൈറ്റ് ഫെസ്റ്റ് സലീം കോടത്തൂരിന്റെ ഗാനമേള ശ്രദ്ധേയമായി. വാഹനം മോഷ്ടിച്ച് തീയിട്ടു 3 പേർ റോയൽ ഒമാൻ പോലീസിന്റെ പിടിയിൽ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ലോകബാങ്കിന്റെ കയറ്റുമതി വിതരണ ശൃംഖല സൂചികയിൽ ഒമാൻ ആഗോളതലത്തിൽ 1-ാം സ്ഥാനത്തെത്തി. തുറമുഖങ്ങളിലെ മികച്ച പ്രവർത്തനക്ഷമതയും അതിവേഗ ചരക്കു നീക്കവുമാണ് രാജ്യത്തെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. കയറ്റുമതി വിതരണ ശൃംഖല ഇനീഷ്യേഷൻ സൂചികയിലാണ് നേട്ടം. ഒരു ഒഴിഞ്ഞ കണ്ടെയ്നർ പുറപ്പെട്ട് ചരക്കുകൾ നിറച്ച് കയറ്റുമതിക്ക് സജ്ജമാക്കുന്നതുവരെയുള്ള സമയം വെറും 0.8 ദിവസമായി കുറച്ചുകൊണ്ടാണ് ഒമാൻ മുന്നേറ്റം കൈവരിച്ചത്. ലോകബാങ്കിന്റെ അംഗീകാരം ഒമാന്റെ ലോജിസ്റ്റിക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കരുത്ത് കാണിക്കുന്നതാണ്. യഥാർത്ഥ ഷിപ്മെന്റ് ഡാറ്റ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണ ലോകബാങ്ക് ഇൻഡെക്സ് തയ്യാറാക്കിയത്. കയറ്റുമതിയിൽ മാത്രമല്ല, ഇറക്കുമതി കാര്യക്ഷമത അളക്കുന്ന ഇമ്പോർട്ട് സപ്ലൈ ചെയിൻ ടെർമിനേഷൻ സൂചികയിലും ലോകത്തെ 165 രാജ്യങ്ങളിൽ 9-ാം സ്ഥാനവും ഒമാൻ നേടി. കൂടാതെ തപാൽ വാണിജ്യ ഷിപ്മെന്റുകളുടെ വേഗതയിൽ ഗൾഫ് മേഖലയിൽ 1-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 16-ാം സ്ഥാനത്തുമാണ് രാജ്യം. ഷിപ്പിംഗ് സഖ്യങ്ങളുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ 25-ാം സ്ഥാനത്തുള്ള ഒമാൻ നേരിട്ടുള്ള കടൽ കണക്ടിവിറ്റിയിലൂടെ ലോകത്തെ പ്രമുഖ വിപണികളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ഒമാൻ പ്രവാസി അസോസിയേഷൻ ബർക്ക യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഈദ് നൈറ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. റുമൈസ് ഈസ്റ്റ് ഗാർഡനിൽ നടന്ന പരിപാടിയിൽ ഗായകൻ സലീം കോടത്തൂരിന്റെ ഗാനമേള മുഖ്യ ആകർഷണമായി. ഒമാൻ പ്രവാസി അസോസിയേഷൻ കലാസമിതിയായ സംഗീത ധ്വനിയുടെ കലാപ്രകടനങ്ങളും അറബിക് ഡാൻസ്, കുട്ടികളുടെ കലാപരിപാടികൾ, മിമിക്രി എന്നിവയും പ്രേക്ഷക ശ്രദ്ധ നേടി. വടംവലി, മെഹന്തി, ഡ്രോയിങ് തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുതിർന്ന പ്രവാസികളായ അഷ്റഫ്, അബിദ ടീച്ചർ, ഹനീഫ, മുഹമ്മദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൈകുന്നേരം 5-ന് ആരംഭിച്ച പരിപാടി രാത്രി 2 മണി വരെ നീണ്ടുനിന്നു. ഷംസുദ്ദീൻ, അബ്ദുള്ള, ഷെഫീഖ്, നൂറുദ്ദീൻ, രാജീവ്, നാസർ, പ്രജയ്, റൂഹുള്ള എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വാഹനം മോഷ്ടിക്കുകയും തുടർന്ന് തീയിടുകയും ചെയ്ത കേസിൽ 3 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ മസീറ വിലായത്തിലാണ് സംഭവം. തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. വൻതോതിൽ കഞ്ചാവും ക്രിസ്റ്റൽ മെത്തും കൈവശം വെച്ച് 2 ഏഷ്യൻ സ്വദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. രഹസ്യ നിരീക്ഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. പോലീസിന്റെ പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെടാൻ മയക്കുമരുന്നിന്റെ ഒരു ഭാഗം ദ്രാവക രൂപത്തിലാക്കി മാറ്റിയിരുന്നതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. തെക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡിന് കീഴിലുള്ള മയക്കുമരുന്ന് വിരുദ്ധ വിഭാഗമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായവർക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസി ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.